റീപ്രൈസ് വേർഷൻ ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. അതിപ്പോ ഓൾമോസ്റ്റ് 1 crore വ്യൂസ് എന്താ കഴിഞ്ഞു യൂട്യൂബിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പാടുന്ന ഒരു പാട്ടാണ്. പലപ്പോഴും ഇങ്ങനെ ഇപ്പം എന്നെ ഒത്തിരി ലിഫ്റ്റ് ചെയ്യുന്നൊരു സോങ് ആണ്. അപ്പം അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നൊരു മനോരമയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളത് ചെയ്തത്. ഞങ്ങളൊരു 4-5 ഫ്രണ്ട്സൊക്കെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പാടുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഭയങ്കര ഒരു താങ്ക്ഫുൾ, ഒരു ഹാർട്ടോടെ അങ്ങനെ പാടാൻ പറ്റിയത് കൊണ്ടായിരിക്കാം പലപ്പോഴും അത് പാടുമ്പോഴത്തേന് എന്റെ കണ്ണ് നിറയാറുണ്ട്. മീൻസ് അങ്ങനത്തെ ഒരു ഇമോഷൻ. ആക്ച്വലി ഈ പാട്ട് ഇറങ്ങി ഈ റിലീസ് ചെയ്തൊരു 6 മാസത്തേക്ക് വലിയ അനക്കമൊന്നുമില്ല. അധികം 20,000 അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ. ഈ മഴ തുടങ്ങിയപ്പോഴത്തേനും കുറെ മച്ചന്മാര് ബുള്ളറ്റ് ആയിട്ട് ഇറങ്ങി ട്രിപ്പ് പോകാൻ വേണ്ടി. ഇവന്മാരാണ് ഈ പാട്ടിനെ ശരിക്കും എത്തിക്കണത്. ഇവരാണ് എന്താ അവരുടെ വീഡിയോസിലും പയ്യെ ഇതിന്റെ വേർഷൻസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അവരത് യൂസ് ചെയ്ത് തുടങ്ങിയത് ഭയങ്കരമായിട്ട്. ഒരു സമയം ഞങ്ങളൊക്കെ ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഒരു ദിവസം 2-3 മധുവല്ലേ പൊന്നച്ച നീ മോന്തിയ മധുനിഞ്ചോര ചൂചോര പൊന്നവളേ. കോവിഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും ഒക്കെ അല്ലേ. മീഡിയ റിലേറ്റഡ് മീഡിയയിൽ കണക്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു എനിക്ക് പലരും ഹെൽപ്പ് ചെയ്തു. പക്ഷെ എന്നെ അങ്ങനെ അധികം ഹെൽപ്പ് ചെയ്തിട്ടില്ല. കാരണം ഞാന് എന്താ എന്റെ ഒരു PG കഴിഞ്ഞ സമയത്താ കോവിഡ് വരുന്നത്. അപ്പൊ ഞാൻ PG പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വരെ ഫുൾ ഓൺ ആയിട്ട് ഇങ്ങനെ ഇറങ്ങണം. ആ സമയത്ത് ഞങ്ങൾ പിന്നെ കുറെ വിഷമിച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വർഷം ബ്രേക്കിന് ശേഷവും വീണ്ടും നമുക്ക് ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ സ്റ്റിൽ നമ്മൾ ആ ഒരു സ്വപ്നം ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു. ഞങ്ങൾ 4 പേരും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അത് പയ്യെ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഭയങ്കര പാടായിരുന്നു. സ്റ്റിൽ ആ ഒരു ഫെയ്ത്ത് വിടാണ്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്തോണ്ടിരുന്നു. അങ്ങനെയാണ് ആ സമയത്താണ് പുഴുപുലികൾ എന്ന് പറയണത്. പുഴുപുലികൾ റീപ്രൈസ് വേർഷൻ ഞങ്ങളിങ്ങനെ ചെയ്യണത്. അതിപ്പോ ഓൾമോസ്റ്റ് 1 crore വ്യൂസ് എന്താ കഴിഞ്ഞു യൂട്യൂബിൽ. പിന്നെ പക്ഷെ ഇതിനകത്തുള്ള ഒരു വേറെ സംഭവം, അതായത് അല്ല അത് ചെയ്യാൻ സമയത്ത് ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു. ഓൾറെഡി ഇത് ഹിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അതിന്റെ ഒരു ചാലഞ്ചിങ് ആണ് അത് വീണ്ടും കൊടുക്കുക എന്ന് പറയുമ്പോൾ. അത് എത്രമാത്രം അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചി പറഞ്ഞ സംഭവം കറക്റ്റ്. ഞങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ സമയത്ത്. കാരണം ഞങ്ങളുടെ വേർഷൻ കേട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആണ്, വേറൊരു വേർഷനാണ്. പക്ഷെ ആ മെലഡിയാണ് ആക്ച്വലി, ആ പാട്ടാണ് ഇമോഷൻ. അതെ അതെ, എനിക്ക് ആ പാട്ട് ഭയങ്കര, ഞാൻ കേൾക്കുമ്പോ എപ്പോഴും എന്റെ കണ്ണ് നിറയും. കാരണം അത് ഭയങ്കര, കാരണം വിനായകാണ് അതിന്റെ മ്യൂസിക്കും എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം വല്ലാത്തൊരു ഇമോഷൻ ബേസിക്കലി പെയിൻ ആ പാട്ടിനെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്താലോ. അപ്പോഴും എനിക്ക് ഈ വേർഷൻ ഇങ്ങനെ ആവും എന്നുള്ളൊരു ഇതൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പാട്ടൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, ബിനോയ് റെറ്റെന്നാണ് പുള്ളിയുടെ പേര്. അപ്പം പുള്ളിയാണ് ഇതിനെ ഒന്ന് റീഇമാജിൻ ചെയ്ത് വേറൊരു വേർഷൻ ആയിട്ട് കൊണ്ടുവന്നു. പക്ഷെ എനിക്കൊന്നും ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെ. പക്ഷെ വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേന് വേറൊരു ഫ്ലേവർ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ വേറെ രീതിയിൽ ആൾക്കാർക്ക് എസ്പെഷ്യലി യൂത്ത്. ആക്ച്വലി ഈ പാട്ട് ഇറങ്ങി ഈ റിലീസ് ചെയ്തൊരു 6 മാസത്തേക്ക് വലിയ അനക്കമൊന്നുമില്ല. അധികം 20,000 അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ. ഈ മഴ തുടങ്ങിയപ്പോഴത്തേനും കുറെ മച്ചന്മാര് ബുള്ളറ്റ് ആയിട്ട് ഇറങ്ങി ട്രിപ്പ് പോകാൻ വേണ്ടി. ഇവന്മാരാണ് ഈ പാട്ടിനെ ശരിക്കും എത്തിക്കണത്. ഇവരാണ് എന്താ അവരുടെ വീഡിയോസിലും പയ്യെ ഇതിന്റെ വേർഷൻസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അവരത് യൂസ് ചെയ്ത് തുടങ്ങിയത് ഭയങ്കരമായിട്ട്. ഒരു സമയം ഞങ്ങളൊക്കെ ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഒരു ദിവസം 2-3 ലക്ഷം ഇത് സംഭവം മാറി എന്നൊക്കെ ഞങ്ങൾ അപ്പോഴേ റിയലൈസ് ചെയ്യണം. അതെ. പിന്നെ പയ്യന്മാർ ഏറ്റെടുത്തു. അതിനുശേഷം ഞങ്ങളിങ്ങനെ
സ്ക്രോൾ ചെയ്യുമ്പോ ഒരു 3 സ്ക്രോളില് പറഞ്ഞ ഇതായിരിക്കും. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലായി. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ആളുകൾ ആ വേർഷൻ ഏറ്റെടുത്തു. അതെ അതാണ്. നമുക്ക് അതിന്റെ ഒരു പക്ഷെ ക്രെഡിറ്റ് ഒരിക്കലും ആ പാട്ടിന് മേലടിക്കാണ്. അത് ആ പാട്ട് അങ്ങനെ ആയതുകൊണ്ടാണ് അത് അങ്ങനെ ആയത്. അതെ അല്ലാണ്ട് ആ വേർഷന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് ആ ഒറിജിനൽ മേക്ക് ചെയ്ത ആൾക്ക് തന്നെയാണുള്ള ക്രെഡിറ്റ് ആണ്. നമുക്ക് അതിന്റെ ഒരു താലവരി. ഓക്കെ. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അറിയും കുരലും ചൊല്ലും എല്ലാവരുടെയും പൊന്മകനെ, ഞാനേന്തിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധുനിൻ ചോര ചൂചോര പൊന്മകനെ, അക്കാര്യം മാമലയൊന്നും നമ്മുടെതന്നെ മകനെ, ഇക്കാര്യൽ കയവും കരയും ആരുടേതുമല്ല മകനെ, പുഴുപുലികൾ പക്കി പരുന്തുകൾ, പുഴുപുലികൾ പക്കി പരുന്തുകൾ, കടലാനകൾ കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ, പുലയാടികൾ നമ്മളുമൊപ്പം. വെരി നൈസ്. പറഞ്ഞ പോലെ ഒരു പെയിൻ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. വരികളാണെങ്കിലും അതെ അല്ലേ, ഇത് അതെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടുള്ള വരികളുമാണത് ആൾക്കാരില്. ഞങ്ങൾക്ക് ഇതിപ്പോഴും ലൈവ് പാടാറുണ്ട്. പാടുന്ന സമയത്ത് ആളുകൾ വീണ്ടും റിപ്പീറ്റ് ചോദിക്കുന്നത് പുഴുപുലികൾ വീണ്ടും പാടാൻ വേണ്ടിട്ടാണ്. ശരിക്കും ഞാനും കണ്ടിട്ടുണ്ട്. ആളുകൾക്ക് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ആ ഒരു ഇമോഷൻ. ഇപ്പൊ ഞങ്ങള് പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും ഞങ്ങളിപ്പോ ഓൾമോസ്റ്റ് ഒരു കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ആ ഒരു ഫീൽ വരും ഇത് പാടുമ്പോഴത്തേക്കും. എത്ര സ്റ്റേജസ് കവർ ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ആയിട്ട്? 100+ സ്റ്റേജസ്. ഞങ്ങളൊരു ആക്ച്വലി 2023 മുതലൊക്കെയാണ് ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങുന്നത്. ഒരു 100+ ഷോസ് ചെയ്തിട്ടുണ്ട്. അബ്രോഡിലൊക്കെ പോയി. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളിപ്പം ഞങ്ങൾ ആക്ച്വലി ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ശരിക്കും ഞങ്ങൾ ചിന്തിക്കണത് കുറച്ചും കൂടെ നമ്മള് ഒരു ഓൺ പരിപാടിയിലോട്ട് വരണം എന്നുള്ളൊരു സംഭവത്തിലോട്ടൊക്കെ ആലോചിച്ച് തുടങ്ങുന്നത്. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു ബാൻഡായിട്ട് ഇനി കവേഴ്സ് ഒന്നും ചെയ്യണ്ട എന്നുള്ള ആംഗിളില്. അപ്പൊ ഈ ഷോസിൽ പോകുമ്പോ ഏറ്റവും കൂടുതൽ പാടുന്നത് ഗോസ്പൽ ടൈപ്പ് ഓഫ് സോങ്സ് അല്ലെങ്കിൽ മിക്സ് ഓഫ്? അല്ലല്ല, ഈ 43 കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മോഡേൺ കർണാട്ടിക്. കർണാട്ടിക് ബേസ് ഉള്ളത് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യണമെന്ന് കുറച്ച് ടഫ് അല്ലേ? എനിക്ക് തോന്നുന്നു കർണാട്ടിക് ബേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച സാറുമാരെയൊക്കെ ഉറപ്പായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് സിംഗിങ് ഇമ്പ്രൂവ് ചെയ്യാനും. കാരണം ഞാൻ അങ്ങനെ അധികം പഠിച്ചിട്ടൊന്നും അല്ല. ഞാൻ മ്യൂസിക് കോളേജില്ല 12th കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയതും അതിന് മുന്നേ ഉള്ള ഒരു സിംഗിങ് ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് തന്നെ ഒരു ഞാൻ കുറച്ചും കൂടി ഒരു വെസ്റ്റേണിഷ് ആ ഒരു പരിപാടിയൊക്കെ ആ സമയത്ത് പാടുമായിരുന്നു. കുറച്ച് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ പാടുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ബാലൻസ് എനിക്ക് അന്നേ എനിക്കിങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സിംഗിങ്ങിലാണെങ്കിലും. ഇപ്പൊ എന്നെ ഇപ്പൊ വിളിക്കുന്നവരും കുറേയും കൂടെ എന്റെ സൈഡിൽ നിന്ന് ആ ഒരു കൾച്ചർ ഓഫ് സിംഗിങ് ആണ് പലരും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ബാലൻസ് ചെയ്യാൻ അടിപൊളിയാണ് ആക്ച്വലി. എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് നന്ദിയോട് ഞാൻ സ്തുതി പാടിയിടും എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു അതിന്റെ കമന്റ്സിൽ തന്നെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. പേഴ്സണലി ടച്ചസ് ദെയർ സോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടൊരു സോങ് ആണ്? എനിക്ക് തോന്നുന്നു ഞങ്ങൾ പണ്ട് മുതലേ പാടുന്ന ഒരു പാട്ടാ. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പാടുന്ന ഒരു പാട്ടാണ്. പലപ്പോഴും ഇങ്ങനെ ഇപ്പം എന്നെ ഒത്തിരി ലിഫ്റ്റ് ചെയ്യുന്നൊരു സോങ് ആണ്. അപ്പം അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നൊരു മനോരമയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളത് ചെയ്തത്. ഞങ്ങളൊരു 4-5 ഫ്രണ്ട്സൊക്കെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പാടുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഭയങ്കര ഒരു താങ്ക്ഫുൾ ഒരു ഹാർട്ടോടെ
അങ്ങനെ പാടാൻ പറ്റിയത് കൊണ്ടായിരിക്കാം പലപ്പോഴും അത് പാടുമ്പോഴത്തേന് എന്റെ കണ്ണ് നിറയാറുണ്ട്. മീൻസ് അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ വരുമ്പോൾ പേഴ്സണലി നമുക്കത് ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ വരും. ഇപ്പം ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ക്ലാപ്പ് ചെയ്യണതാണല്ലോ, അതാണ് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവണത്, അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു പെർഫെക്റ്റ് ടേക്ക് വന്നിട്ടുള്ള ഒരു മൊമെന്റ് ആണോ? എനിക്ക് കുറച്ചും കൂടെ ക്രൗഡ്, ഉറപ്പായിട്ടും ലൈവ് എൻ്റെ വേറൊരു പരിപാടിയാണ് അത്. എനിക്ക് തോന്നുന്നു ഒരു റൂമിനകത്ത് പൂട്ടി നിന്ന് നമ്മളൊരു ടെൻഷനോടെ, എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ റെക്കോർഡിങ്സിന് കയറുന്ന സമയത്ത്. കാരണം നന്നായിട്ട് എടുക്കണമല്ലോ, അപ്പുറത്തുനിന്ന് ഒരാൾക്ക് അത് നല്ല ടേക്ക് വേണം എന്നുള്ളൊരു ടെൻഷനോടെ കാരണം. പക്ഷെ ലൈവിന്റെ ഒരു എനർജി എന്ന് പറഞ്ഞത് വേറൊരു പരിപാടിയാണ്. കാരണം നമ്മൾ കൊടുക്കണതിനെക്കാട്ടിലും എനർജി നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് അത് ലിഫ്റ്റ് ചെയ്യും. എപ്പോഴും നമ്മൾ ഭയങ്കര ടയേർഡ് ആവുമായിരിക്കും ഷോ കഴിയുമ്പോഴത്തേനും, പക്ഷെ നമ്മൾ ഭയങ്കര ഒരു എന്താണ് ഹാർട്ട് ഫുൾ ആയിട്ടാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് കുറച്ചും കൂടെ ആളുകളുടെ ഒരു സംഭവം കിട്ടുന്നത് തന്നെയാണ് നമ്മളെ ത്രൈവ് ചെയ്യണം. ഞാൻ കുറെ പെർഫോമൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ സമയം വരെ അവർക്ക് ചിലപ്പോൾ ഡള്ളായിരിക്കും. ഓൺ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എവിടെ നിന്നൊക്കെയോ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു എനർജി കിട്ടി കഴിഞ്ഞിട്ട് അവർ ഫുൾ ഓൺ ആവുന്നുള്ളത്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങള് ഈ ബാൻഡിന്റെ പേര് 43 മൈൽസ് എന്നുള്ളൊരു പേര് ചിന്തിക്കുമ്പോഴും ഞങ്ങളുടെ മൈൻഡിലൂടെ ട്രാവൽ ചെയ്ത സാധനം അത്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ആളുകൾ പല ഇമോഷൻസിലൂടെ പോണ ആളുകളായിരിക്കും, പല ചില ടെൻഷൻസിലൂടെ. പക്ഷെ നമ്മുടെ കോൺസേർട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും അതൊക്കെ മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റണം. ബേസിക്കലി ആ ഒരു 1.5 hours അവർക്ക് അതെല്ലാം മറന്ന് ചില്ല് ചെയ്യാൻ പറ്റണ ഒരു നല്ലൊരു ടൈം കൊടുക്കുക എന്നുള്ളൊരു ആംഗിളാണ്. ആ ഒരു ട്രാവൽ ചെയ്യുക, അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് ഞങ്ങൾ ഈ പേരൊക്കെ ചിന്തിക്കണത്. അപ്പൊ അതിന് 100% ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശ്രമിക്കാറുണ്ട്. അതിപ്പം കേൾക്കുന്നവരാണല്ലോ പറയേണ്ടത്. അതിനെന്തെങ്കിലും ഫാൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? ഞങ്ങൾക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. മീൻസ് കുറെ ഞാൻ ആക്ച്വലി ഈ പരിപാടി കഴിഞ്ഞ് നൈസായിട്ട് ഓടിക്കളയാറാണ് പതിവ്. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ പേര് ഭയങ്കര ടയർഡായിരിക്കും, പിന്നെ എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും വന്ന് സംസാരിക്കണമെങ്കിൽ സന്തോഷമാണ്. പക്ഷെ സ്റ്റിൽ കുറെ മെസ്സേജസ് വരാറുണ്ട്. അതായത് എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. നമ്മൾ ബാംഗ്ലൂരിലൊരു കോൺസേർട്ടിന് പോയി, ഒരു സ്കൂളായിരുന്നു. സ്കൂൾ ഇൻ ദ സെൻസ് ഒരു മറ്റേ ഈ 11th 12th അതിന്റെ ഒരു പരിപാടിയായിരുന്നു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി. അവിടെ എനിക്ക് എന്താണ് മറ്റേ കോളേജ്, പ്രീ കോളേജ് അങ്ങനെ എന്തോ പറയണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അപ്പം അതിൻ്റെ ഷോയൊക്കെ കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. അതിനൊന്ന് ഇഷ്ടം പോലെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. അതിലൊരു കൊച്ചു പറഞ്ഞൊരു സംഭവം, അവളുടെ ഒരു 1 വീക്കായിട്ട് പുള്ളിക്കാരി ഭയങ്കര വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു 1 വീക്കായിട്ട് ഡിപ്രഷനിലോട്ട് പോണ സിറ്റുവേഷനിലായിരുന്നു. എന്താന്നറിയില്ല, അവള് ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത മുതൽ അവസാനം വരെ പുള്ളിക്കാരി വാസ് ക്രൈയിങ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ജോയ് ആ ഒരു 1.5 ആ ഒരു എന്താണ് അവള് പറഞ്ഞു ഉറക്കം അവൾ ആരും ശ്രദ്ധിച്ചില്ല. പുള്ളിക്കാരി ഭയങ്കര ഉറക്കെയാ കരഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഒരു ഹീലിംഗ് പുള്ളിക്കാരിക്ക് സംഭവിച്ചു എന്നുള്ളൊരു സംഭവം. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ ഇടപെടുന്നു. കാരണം ഞങ്ങളുടെ ഒരു തിങ്കിങ് ആ ഒരു പ്രോസസ്സിലോട്ടാണ് വരുന്നതെന്നുള്ളൊരു ശരിക്കും ഞങ്ങളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു. കാരണം ഉറപ്പായിട്ടും പാട്ടുകൾ ആളുകൾക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആവണമെന്ന് ഞങ്ങൾ പാടുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ്. അങ്ങനത്തെ കുറെ മെസ്സേജസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരാറുണ്ട്, കുറെ പേരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. സ്പെഷ്യലി ഞങ്ങൾക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക് ഹീലിംഗ് എന്നുള്ളൊരു വാക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് പാട്ട് പാടുമ്പോൾ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട് വന്നപ്പോഴത്തേനും പിന്നെ ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പാടിക്കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം റിയലി സോറി, നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം. ഈവൻ ഫിലിം സോങ്സ് ആണെങ്കിലും ചില പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് അങ്ങനെ കണക്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ പാട്ടുകൾ ഞാൻ പാടുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു ഇമോഷനോടെ പാടാൻ ശ്രമിക്കും. പബ്ലിക് ഷോസിൽ എനിക്ക് തോന്നുന്നു എല്ലാ ക്രൗഡും വരും. അപ്പം ഞങ്ങൾ അങ്ങനത്തെ സോങ്സും കൂടെ ആഡ് ചെയ്യും, കുറച്ചും കൂടെ അവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ആളുകൾ ഭയങ്കര ഇപ്പം ഇച്ചിരി കൂടെ ഓപ്പണാണ്, പഴയ പോലെയൊന്നും അല്ല, കുറച്ചും കൂടെ ഓപ്പണാണ് ആളുകൾ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും
എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലി